CPM അഖിലേന്ത്യാ സമ്മേളനം മധുരയിൽ നിന്ന് MK സ്റ്റാലിൻ പങ്കെടുക്കും. മധുരയിലെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ആരവവും ആവേശവും മധുരയിൽ കുറവാണ് എന്നതാണ് മധുരയിൽ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന കർമ്മ ന്യൂസ് പ്രതിനിധി രാമഭദ്രൻ പറയുന്നത്. മധുരയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. പാർട്ടിയുടെ പുതിയ അടവ് നയങ്ങളും പാർട്ടിക്കുണ്ടായ വീഴ്ചയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി BJP സർക്കാരിൽ നടക്കുന്ന പുതിയ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനും രാജ്യമൊട്ടാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിക്കാനും വേണ്ടിയുള്ള അടവ് നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്നും ഇനിയൊരു 3-4 ദിവസം കൂടെ 6-ാം തീയതി വരെ ഉള്ള ചർച്ചകൾ പ്രകാരം പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇത്തരം പാർട്ടി കോൺഗ്രസിലേക്ക് ആവേശം മൂത്ത് പല സഖാക്കന്മാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇനിയൊരു പാർട്ടി കോൺഗ്രസ് സാധ്യമാണോ എന്നുള്ള സംശയങ്ങളാണ് നമ്മളോടൊക്കെ പങ്കുവെച്ചത്. എങ്കിലും ബുദ്ധിപരമായ നീക്കങ്ങൾ നമ്മുടെ നാട്ടിലറിയാം. എന്താണ് ഇവർക്ക് വീഴ്ച പറ്റിയെന്നും ഇവർ ക്ഷയിച്ചു പോവുകയാണെന്നും ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കുമെന്ന് വെച്ചാൽ അതിനെല്ലാം മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ഒട്ടുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പടർത്തി പന്തലിച്ച് രാജ്യം പിടിച്ചെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ BJPയെയും കോൺഗ്രസിനെയും തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള ബുദ്ധിപരമായ പല നീക്കങ്ങൾക്കും വേണ്ടി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന കവാടമാണ്. ഇതുവരെയും അവർ എത്തിയിട്ടില്ല. 10 മണിക്ക് ശേഷമായിരിക്കും ഇവിടുത്തെ പരിപാടികളും ഇന്ന് തുടങ്ങുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അല്ലെ ഇവരെന്താണ് അടവ് നയങ്ങൾ പുതിയ രാജ്യമൊട്ടാകെ ഉള്ള ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള അടവ് നയങ്ങൾ എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്ത് പാർട്ടിക്കും എന്തായാലും കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടന്നെങ്കിൽ ആ കൊല്ലം ജില്ലയാകെ ചുമന്ന കൊടി കൊണ്ടും സഖാക്കന്മാരെ കൊണ്ടുമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വലിയ ഒരു ആവേശമുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ 4 അംശം പോലും മധുരയിൽ കാണിക്കില്ല. അത് സ്റ്റാലിൻ സമ്മതിക്കാത്തതുകൊണ്ടാണോ അതോ അതിൻ്റെ ആവേശം എന്തായാലും ഇവിടെ കാണാനില്ല. മധുരയിൽ തൽക്കാലം അത്യാവശ്യം അതിന് മുമ്പിൽ മധുര റെയിൽവേ സ്റ്റേഷന് മുമ്പിലൊക്കെ കുറച്ച് പുതിയ കൊടികളാണ്. നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ 3-4 ദിവസങ്ങൾ വരെ ചർച്ച എന്താണെന്നും ചർച്ച കഴിഞ്ഞിട്ട് എന്താണ് പുതിയ ജനറൽ സെക്രട്ടറി വരുമോ അതോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയാം. എന്തായാലും പുതിയ അടവ് നയങ്ങളും ബുദ്ധിപരമായ നീക്കങ്ങളും ഒക്കെ എന്തൊക്കെ ചെയ്താലും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാപനങ്ങളാവട്ടെ ബിസിനസ് സ്ഥാപനങ്ങളാവട്ടെ എല്ലാം തകർക്കുന്ന കാഴ്ചകളിൽ നിന്നും ഇവർ മാറ്റം ഉൾക്കൊള്ളുമോ, എന്തായാലും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമോ അതോ തുടർന്ന് ഇനി അങ്ങനെ പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ബുദ്ധിപരമായ അടവ് നയങ്ങളിൽ കൂടി നമുക്കറിയാം. എന്തായാലും 2-3 ദിവസത്തെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം മധുരയിലെ തവക്കൽ ഇവരുടെ സമ്മേളന നഗരിൽ നിന്നാണ് കർമ്മ ന്യൂസിന് വേണ്ടി രാമഭദ്രൻ.